എന്താ പറയുക, നാട്ടിലുള്ള ഒരു വൈബ്രൻറ്റ് ടീമിനെ തന്നെയാണ് എനിക്ക് ഇന്നൊരു സെക്ഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ ദാറ്റ്. സോ നമുക്ക് ഈ ഒരു പാനൽ ഡിസ്കഷനിൽ നമ്മുടെ പ്രായം കൊണ്ട് സീനിയർ ആണെങ്കിലും മെൻ്റലി യങ് ആയിട്ടുള്ള സുലൈമാൻ സാഹിബിനെ തന്നെ തുടങ്ങാം. പീപ്പിൾ ആർ കോളിംഗ് യു റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള എന്ന് പറയും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് ദുബായ് കൂടി ആയിട്ടുണ്ട്. അപ്പം റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെ കാണുമ്പോൾ പണ്ട് ഒരു വേറൊരു കൾച്ചറായിരുന്നു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ. ഇന്ന് നിങ്ങളൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നല്ല നന്നായിട്ട് വന്നു. കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാർഡൻ ലാൻസിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കൂടുതൽ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. സോ നമ്മൾ ഈ ടോപ്പിക്കുമായി റെലവൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു വന്നതിന് ശേഷം നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ഒന്ന് ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെ നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് കേട്ടാക്കൊള്ളാന്നുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ നല്ലൊരു ചോദ്യമാണ്. തലയിക്കെട്ടും കെട്ടിയിട്ട് ഒരു കാക്കമാർ വീട്ടിൽ വന്നിട്ട് ഒരു ബ്രോക്കറായിട്ട് മാത്രം കച്ചവടം ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഞാനൊക്കെ കാണുമ്പോൾ ഒരു 84 മുതൽ അങ്ങനെ 90 വന്ന് 95 കുറച്ചും കൂടി മാറ്റം വന്ന് 2000 അത് കുറേ ആൾക്കാർ കൂടി വന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നൊരു പരിപാടി ഇതാണ്. ഇപ്പോൾ ഷെഫീക്ക് ഇങ്ങനെ പെരിന്തൽമണ്ണെന്ന് കോഴിക്കോട്ടേക്ക് വന്നിട്ടൊരു കച്ചവടം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ 2 ആൾക്കാർ വരും. അപ്പോൾ അവരിതിങ്ങനെ കാണും. ബ്രോക്കർമാരാകുന്ന രീതി ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രോക്കറേജ് കൊടുക്കും. അപ്പോൾ ഒപ്പെല്ലാം വെറുതെ ഒന്നായിരിക്കും. ഇവിടെ പിടിച്ചോ എന്നാ 5000 എന്നറിയും. ഇതെന്താ പരിപാടി? ഇത് നല്ല പരിപാടിയാണല്ലോ. അപ്പോൾ പിന്നെ പിറ്റേന്ന് മുതൽ ഓല് ഷെഫീഖിനോട് സ്ഥലമുണ്ട്, അങ്ങനെ ഉണ്ട്. ഇങ്ങനെയാണ് ഈ ബ്രോക്കർമാർ വന്നു തുടങ്ങുന്നത്. ഒരു 2010 ആവുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ കൂടുതൽ ഇറങ്ങി നല്ല നല്ല കച്ചവടങ്ങൾ കൂട്ടായി ചെയ്തു. ഇപ്പം ഈ കൊറോണ കഴിഞ്ഞതിൻ്റെ ശേഷം പെൺകുട്ടികൾ ചെറിയ ഒരു 20-22 വയസ്സുള്ള പെൺകുട്ടികൾ റിയൽ എസ്റ്റേറ്റിലേക്ക് എത്തി. ഇപ്പോൾ ദുബായ് ഓഫീസിലാണെങ്കിലും കൊച്ചി കോഴിക്കോട് ഹെഡ് ഓഫീസിലും തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണെങ്കിലും ഒക്കെ ചെറുപ്പക്കാർ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ മാസം ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിയത് ഒരു അമിത് ഷാ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവൾക്ക് 22 വയസ്സായിട്ടുള്ളൂ. അവൾ കച്ചവടം ചെയ്തിട്ട് 3,50,000 കമ്മീഷൻ. ഒന്നും അറിയാത്തൊരു കുട്ടികളാണ്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും ആ കുട്ടികൾ ഫോളോ ചെയ്തിട്ട് ബിസിനസ് ഇപ്പോൾ ദുബായിലും എല്ലായിടത്തും അങ്ങനത്തെ ചെറുപ്പക്കാരായ പയ്യന്മാരാണ് വരുന്നത്. പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാനിപ്പോൾ മാറൂഫിനോടത് പറയായിരുന്നു, പെട്ടെന്ന് ഈ കുട്ടികൾ മാറുന്ന ഒരു സംവിധാനമുണ്ട്. വേറൊരു ഫീൽഡിലേക്ക് മാറുന്നതാണ് അത് അവരെ. അപ്പോൾ മാറൂഫ് പറഞ്ഞ് എനിക്കൊരു സാധനം തന്നപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് കുറച്ച് ചിന്തകളും ഒരു ആഗ്രഹങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് വേഗം അപ്പുറത്തുനിന്ന് മുതലാളിയാവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പോക്കാണ്. ചില ആൾക്കാർ രക്ഷപ്പെടും, ചില ആൾക്കാർ പൊട്ടും. പക്ഷെ നല്ലതാണ് ചിന്തകൾ, നല്ല നല്ല ആശയങ്ങൾ വേണമല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. നല്ല സെയിൽസിൽ ഒരു 1-1.5 കൊല്ലം കഴിഞ്ഞാൽ അപ്പത്തിന് മാറുകയാണ്. പക്ഷേ ഇപ്പോൾ ബ്രോക്കർ എന്ന് പറയാൻ ഒരു മടി ഉണ്ടായിരുന്നു ആദ്യം. അതൊക്കെ ഇപ്പോൾ മാറി. അതൊക്കെ ഇപ്പോൾ വേറെ, ഞാൻ എന്താണ് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു വേറെ റേഞ്ചിലെത്തി. ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് ഞാൻ നടത്തുക. വലിയൊരു കച്ചവടം ചെയ്തിട്ട് 35 ലക്ഷം റുപ്യ ലാഭം കിട്ടിയിരുന്നു. അപ്പോൾ കോഴിക്കോടിൽ ഏറ്റവും വലിയ തറവാട്ടിലൊരു കാക്ക ഒരാഴ്ചയിൽ ഇതിൽ ബ്രോക്കറായിരുന്നു. 2006 സെപ്റ്റംബർ അച്യുതാനന്ദൻ ഗവൺമെൻറ് വന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഈ 35 ലക്ഷം റുപ്യ ഇങ്ങനെ വീതം വെക്കുമ്പോൾ ആരൊക്കെ ഇതിൽ ബ്രോക്കർ ചോദിച്ചു. ഞാൻ ബ്രോക്കറാണതിലെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയുന്നില്ല ഞാൻ ബ്രോക്കറാണെന്ന്. പറയാൻ പേടിയിലൊരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇയാൾ എണീറ്റ് നിന്നിട്ട് 6-8 ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ താളം കാട്ടിനോട് എന്ത് ഞാനുണ്ട്. അപ്പം മൂപ്പരിങ്ങനെ ആംഗ്യം കാണിക്കുക. പറയാനൊരു മടിയുള്ള കാലഘട്ടമായിരുന്നു. 35 ലക്ഷത്തിൻ്റെ വീതം മൂപ്പർക്ക് 17 റുപ്യ ഉണ്ടാവും. അത് പോവുകയാണ് ശരിക്കും. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ചെറുപ്പക്കാരായ കുറേ ആൾക്കാർ
റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും ഞാൻ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിനെ നമ്മൾ മാറ്റിയെടുത്തു. അതിന് താങ്കളുടെ സംഭാവന വളരെ കൂടുതലാണ്. ഒരു നല്ലൊരു കയ്യുടെ നല്ല ഒരു കുട്ടികളൊക്കെ കുറേ ആയിട്ട് മാറിപ്പോൾ അവർക്ക് ഒരു ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ പോകും. അപ്പോൾ എല്ലാ ഒരു റിയൽ എസ്റ്റേറ്റിലൊരു 4 മാസത്തെ കോഴ്സൊക്കെ കൊടുക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തുടങ്ങുന്നുണ്ട്. മൈക്രോഫോണിനോട് അത് സംസാരിക്കാണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് വരാൻ പോണത്. അപ്പോൾ വെരി ഗുഡ്, നല്ല ഒരു സമയമാണ് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഉള്ള ഒരു റിയൽ എസ്റ്റേറ്റിലുള്ളത്. താങ്ക് യു. നമുക്ക് കൂട്ടത്തിലെ ചെറിയ പയ്യൻ്റെ അടുത്ത് പോകാം. നദീമിൻ്റെ റിലേറ്റീവും കൂടിയാണ്. അപ്പം നദീമിനെ സംബന്ധിച്ചോളം നമ്മൾ കാണുന്നത് ഓൾറെഡി ഒരു കൺവെൻഷണൽ ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്ന് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പുതിയൊരു ഒരു ട്രെൻഡായിട്ടുള്ളൊരു ബിസിനസ്, അതായത് ഇപ്പം നമ്മുടെ ഒരു കരിക്ക് നമ്മളൊക്കെ കണ്ടുന്ന സംഭവമാണ്. അതിനൊരു റീബ്രാൻഡ് ചെയ്ത് അതിനെ വേൾഡ് ലെവലിൽ എത്തിച്ച് ഇപ്പോൾ GCC എല്ലായിടത്തും അവൈലബിൾ ആണല്ലേ. അപ്പം അതിലോട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു ഫാമിലി ബിസിനസ് നിന്ന് വന്ന് നിങ്ങളൊരു സ്വന്തം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ആൾ. അസ്സലാമു അലൈക്കും. പിന്നെ ഷെഫീഖ് പറഞ്ഞ പോലെ ഫാമിലി ബിസിനസ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു ഇൻഡോമി എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് താരയാണ്. അപ്പം ഒരു 35-40 ഇയേഴ്സായിട്ട് FMCG ഫീൽഡ് തന്നെയാണ് ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഞാനും നമ്മൾ കൺവെൻഷനലി ചെയ്യുന്ന ആ ബിസിനസ്സിലേക്കാണ് ഞാനും ജോയിൻ ചെയ്ത് വന്നത്. അപ്പോഴൊക്കെ ഞാനും എപ്പോഴും ഒരു മിസ് ചെയ്തൊരു ഫാക്ടർ എന്തായിരുന്നു വെച്ചാൽ, വാട്ട് വി ഡു ഫോർ അവർ സൊസൈറ്റി, എന്താണ് നമ്മളെ നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു 8 വർഷം മുന്നേ ഞാൻ കരിക്ക് എന്ന ആശയത്തിനെ കുറിച്ച് ആലോചിച്ച്, ആ ബ്രാൻഡൊക്കെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരുന്നു. ഞാനൊരു ഇവിടെ ഈവൻ ഇൻ UAE പോലും ഒരു 4-5 വർഷം മുന്നേ ഇവിടെ അടക്കം രജിസ്റ്റർ ചെയ്തിരുന്നു. ബട്ട് എനിക്ക് വേണ്ട റെലവൻ്റ് കറക്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കിട്ടാൻ ഐ ഡൺ ലോട്ട് ഓഫ് R&Ds. കാരണം നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കരിക്ക് കൊടുക്കാൻ പറ്റണം. അതുപോലെ ഇതിൻ്റെ ബാക്ക് ആൻഡ് വർക്ക്സ് കരിക്ക് പ്രോപ്പർലി നമുക്ക് എന്നും അവൈലബിൾ ആവാനും പറ്റണം. കാരണം ജസ്റ്റ് നമുക്ക് ഇതിനൊരു ഗ്ലോബലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അവൈലബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഞങ്ങൾ കുറേ വർക്ക് ചെയ്തു. പിന്നെ എനിക്കൊരു റൈറ്റ് പാർട്ട്ണർ മാനുഫാക്ചറിങ്ങിന് വേണ്ടി കിട്ടി. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്ത് ഞാൻ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി. മാഷാ അല്ലാഹ് ആദ്യം നമ്മൾ ഇന്ത്യയിൽ തന്നെ ലോഞ്ച് ചെയ്തു. അവിടെ നമ്മൾ എക്സ്പെർട്ടൈസ് ആയിട്ട് ലുലുവിലും നെസ്റ്റോയിലും സ്വിഗ്ഗി, ആമസോൺ ഇങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ സെല്ല് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനി ഇതിനെ ഗ്ലോബലൈസ് ചെയ്യലായിരുന്നു പിന്നെ ആവശ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ UAE, ഖത്തർ, ഒമാൻ, ഇപ്പോൾ ഇവിടെ എല്ലാ മിഡിൽ ഈസ്റ്റിലുള്ള ലുലു, നെസ്റ്റോ, മാർക്കൻസ് ഇങ്ങനെയുള്ള ഇവിടുത്തെ എല്ലാ ചെയിൻസിലും ഇപ്പോൾ പ്രോഡക്ട്സ് അവൈലബിൾ ആക്കി. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഇൻഡോമി വിൽക്കുന്നതിനായിട്ടും എനിക്ക് കൂടുതൽ സന്തോഷം തരുന്ന കാര്യം കരിക്ക് വിൽക്കുമ്പോഴാണ്. കാരണം തീർച്ചയായിട്ടും അത് നമ്മളെ ഓൺ ബ്രാൻഡാണ്. പിന്നെ അത് വിൽക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്നൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഒബ്വിയസ്ലി ഇപ്പോൾ ഫാമേഴ്സ്, അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ബാക്ക് ടു സൊസൈറ്റി എന്ന് പറഞ്ഞ മാതിരി നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു വാല്യൂ അഡിക്ഷൻസ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് വലുത്. ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിനായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് കുറേ കോക്കനട്ട് റിലേറ്റഡ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇനി കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് ഗ്ലോബലി എത്തിക്കുക എന്ന് തന്നെയാണ് കരിക്കിൻ്റെ ആശയം. മേ ബി ഞങ്ങളൊരു മിഷനിലാണ് എന്തെങ്കിലും നമുക്കൊരു വാല്യൂസ് കൊടുക്കാൻ കഴിയുന്നതിന് നമ്മൾ പ്രതീക്ഷ. സോ വി ആർ ഓൺ എ മിഷൻ. താങ്ക് യു. ആൻഡ് ഹൗ ഓൾഡ് ആർ യു? 31. ഓക്കെ, താങ്ക് യു. നേരത്തെ നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് സെൻസേഷൻ, ടെക്കി മാൻ ഓഫ് കേരള എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്ന നമ്മുടെ ഉമർ അബ്ദുസലാം, ഒരുപാട് ആശയങ്ങൾ നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാം ത്രൂവും സോഷ്യൽ മീഡിയ ത്രൂ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. അപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു നിങ്ങളെ ഫോളോവേഴ്സൊക്കെ യങ് ജനറേഷനാണ്. അപ്പം ഈ യങ് ജനറേഷൻ്റെ അടുത്ത് നമ്മളൊരു ആശയം പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം സെൻസിറ്റീവാണ് ഇന്നത്തെ യങ് ജനറേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ അവരുടേതായിട്ടുള്ള പോളിസികളും മറ്റുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ജനറലി ടെക്നോളജി റിലേറ്റഡ് കണ്ടൻറ്റുകളാണ് പങ്കുവെക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി കൺസ്യൂമേഴ്സ് അധികവും യങ് ജനറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പരിധി വരേക്കും അവരെയാണ് ഞാൻ ആദ്യം ലക്ഷ്യം വെച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കണ്ടൻറ് ഇടുന്ന സമയത്ത്. പക്ഷേ പിന്നെ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ആ കുട്ടികൾക്ക് പർച്ചേസിങ് പവർ ഇല്ല. അപ്പോൾ ഇവരെ കുറേ നമ്മൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവർ എക്സൈറ്റഡ് ആകും, ബട്ട് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് യൂട്യൂബിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പം നമ്മൾ കുറച്ചൊരു കനപ്പെട്ട ചർച്ച നടത്തിയാൽ ഒരു കനപ്പെട്ട ബിസിനസ് നമുക്ക് കിട്ടുന്ന ഒരു പോയിൻ്റ് അതിൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ 2 സ്ഥലത്ത് 2 സ്ട്രാറ്റജിയാണ്. പക്ഷേ ജനറലി
ഇന്നത്തെ ഒരു യൂത്ത് എന്ന് പറയേണ്ടത്, യൂത്ത് എന്നുള്ള എല്ലാവരും കേട്ടോ, ജനറലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഫോണിൻ്റെ ഒക്കെ സ്ക്രീൻ ടൈം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹവേഴ്സ് കൈൻഡ് ഓഫ് നമ്മൾ എണീറ്റിരിക്കുന്നതിൽ വലിയൊരു ശതമാനം സ്ക്രീൻ ടൈമുള്ള ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആണ്. ലൈക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നോളേജ് ലഭിക്കുന്ന ജനറേഷനാണ്. പക്ഷേ ആ നോളേജിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള നോളേജിനെ വേർതിരിച്ചെടുക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. കാരണം ആ ഒരു ഇൻഫോർമേഷൻ ഓവർലോഡ് ഉണ്ട്. ഇതിലാരായിരിക്കണം എൻ്റെ റോൾ മോഡൽ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കുറേ വീഡിയോസ് പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ആൾക്കാരെ കാണാം. ഇപ്പോൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യം, ജിമ്മിൽ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിലൊക്കെ ഒപ്പോസിങ് ഒപ്പീനിയൻസ് പറയുമല്ലോ. ചിലർ പറയും മീറ്റ് മാത്രം കഴിക്കാൻ, ചിലർ മീറ്റ് കഴിക്കരുത്, ചിലർ കാർബ് കഴിക്കണം, കഴിക്കേണ്ട. അതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇടയിലൊന്നും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ കാരണം അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് നോളേജ് ശരിക്കും സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ സ്വഭാവം, അതിൻ്റെ ഗുണമുണ്ട്, അതിൻ്റെ ദോഷമുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് എന്താ വെച്ചാൽ അവരുടെ ഒരു ഒതൻറ്റിക് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആവുക, സംവൺ ദേ ക്യാൻ റിലേ ഓൺ, ക്രെഡിബിൾ പേഴ്സൺ ആവുക എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്നത് ഒരു ക്രെഡിബിൾ പിക്ചറാണ്. അപ്പോൾ ആ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഇതാണ്. ബട്ട് ദെൻ ജനറലി ഇതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇപ്പോൾ സുലൈമാൻക്കായാലും എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു എന്താ പറയുക, പുതിയ ജനറേഷൻ നമ്മളെക്കുറിച്ച് അറിയുന്നുണ്ട്. ഒരുപാട് ബിസിനസ് നമുക്ക് അതുവഴി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സോഷ്യൽ മീഡിയ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തരുന്നുണ്ടല്ലോ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കണ്ടൻറ്റും നമുക്കൊരു വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് നൽകുന്നുണ്ട്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്ത് രണ്ട് സ്ട്രാറ്റജിയാണ്. ബട്ട് ദെൻ യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കടന്നു പോകാൻ ചാൻസ് ഉള്ള ചിന്തകൾ എന്തെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് പൊതുവിൽ കണ്ടൻറ്റ് ചെയ്യാറുള്ളത്. താങ്ക് യു. ഇനി സുലൈമാൻ ഖാനത്താണ്. ഇപ്പോൾ നേരത്തെ ഉമർ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഈയിടെയായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പം ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നിങ്ങളെ യാത്രകൾ, സുലൈമാൻ ഖാൻ്റെ ഇവൻറ്റുകളൊക്കെ ഡേ ടു ഡേ നമുക്ക് എല്ലാവർക്കും അറിയാണ്. അപ്പോൾ അതിലൂടെ യങ്സ്റ്റേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ അവരതിൽ നിന്നും ഒരു മോട്ടിവേറ്റ് ആയിട്ടുള്ളത് ഒരു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാൻ പറ്റും? ആദ്യം തന്നെ ഈ സംഭവം ഞങ്ങളെ പഠിപ്പിച്ചത് ഷംസു, ഈ നെല്ലറ ഷംസുവാണ്. ഈ നെല്ലറ ഷംസു റൊണാൾഡിഞ്ഞോനെ, ഞാൻ ദുബായിൽ വന്നപ്പോൾ ഈ റൊണാൾഡിഞ്ഞോനെ കോഴിക്കോട് കൊണ്ടുവരുന്ന ഡ്യൂട്ടി എനിക്കുണ്ടായിരുന്നു. ഞാൻ റൊണാൾഡിഞ്ഞോനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ കാലത്ത് മൊബൈലൊന്നും അങ്ങനെ ഉണ്ട്, ആ മൊബൈലൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് ആയിട്ടില്ല. ഷംസു ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ക്യാമറ ആയിട്ട്, ഇന്നുണ്ട് ആ ഫോട്ടോ. ഈ ഷംസുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഷംസു ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഡെവലപ്പായാലും നമ്മളെ ഷംസുവിൻ്റെ ബിസിനസ് അടക്കം, ഇപ്പോൾ മയറൂഫ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളെ ഷമീർ ആയിക്കോട്ടെ, നീ ആയിക്കോട്ടെ, അങ്ങനെ ഫൈസൽ ആയിക്കോട്ടെ, എല്ലാവരും കാലത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നദീം ഡോക്ടർ, മലപ്പുറത്തെ സമദ് ഡോക്ടർ മകനാണ് ഇതിൻ്റെ CEO നദീം. ഈ നദീം 2018 എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സ്കെയിലപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഗതികൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളിൽ വിചാരിച്ചു ഇവന് പിരാന്താണ്. സത്യം അതാ ഓനതാ. അപ്പോൾ ഈ കുട്ടി ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവനോട് വരാൻ പറഞ്ഞു. ഞാൻ ഓനടുത്ത് കുറേ വിവരങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. അവസാനം എത്തി മാഷാ അല്ലാ നല്ലൊരു 140 MLA പിന്നെ കേരളത്തിൽ. അതിൽ ഈ സാധനം കുറച്ച് ഡബിൾ ഇഞ്ചനാ. എവിടെ അല്ലേ എവിടെ നജീബിനെ പിടിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ നദീമിനൊക്കെ നമ്മൾ കണ്ട് പഠിക്കാണ്ട് കുറേ ആ ഒരു സംഭവം. അവർ ഇപ്പോൾ സ്കൈലപ്പിൻ്റെ പെരുന്തൽമണ്ണ പരിപാടിക്കൊക്കെ ഞാൻ പോയിരുന്നു സഫീഖ്. ഇപ്പം അവരാണ് ഓരോന്നിനെ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം ഞാനും ഒരു ദിവസം ആദ്യം കുറച്ച് ഉളുപ്പില്ലാതെ അങ്ങനെ കുറച്ച് ഒരു മടിയൊക്കെ ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ വരാനേ. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറക്കും, പിന്നെ സുഖമായി. എനിക്കിങ്ങനെ സഫീഖിനെ വേണോ വേണ്ട. പിന്നെ ഇവനാണോ അവനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിന്നെ നമ്മളെ ഫൈസലിൻ്റെ
ഓനൊക്കെ ഹബീബ് 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 അപ്പോൾ ഓനാണൊക്കെ എന്നിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഇപ്പോൾ എല്ലാവരും സെൽഫ് മാർക്കറ്റിങ്ങിലായി ഉഷാറായി എല്ലാവരും. അതായത് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നീന്തും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വേറൊരു സംഗതിയാണ് പഠിച്ചു. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 120 സ്റ്റാഫൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക്. എന്നാലും ഇപ്പം ഞാൻ പഠിക്കണ AI സോഷ്യൽ മീഡിയ കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലിപ്പോൾ വേറെ തന്നെ റേഞ്ചാകും പോവുക. അപ്പോൾ ചെറുപ്പക്കാർ നീന്തണം, ഒപ്പം നമ്മൾ ഏജ് ഇതൊന്നും നോക്കണ്ട, അതിൻ്റെ ഒപ്പം നമ്മൾ നീന്തി കൊടുക്കുക. അതുപോലെ തന്നെ നദീമിൻ്റെ അടുത്ത് ഇപ്പം ഓൾറെഡി ഫാമിലി ബിസിനസ് അവിടെ ഉണ്ട്, നിങ്ങൾ ഇൻഡിവിജ്വലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, അതായത് ഫാമിലിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അഡ്വൈസ് കിട്ടുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് വന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള? അതായത് ഫാമിലി ബിസിനസ് അവിടെ ഉണ്ട് ഓൾറെഡി, നിങ്ങളായ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫാമിലിയിൽ നിന്നുള്ള എത്രത്തോളം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ഫാമിലി ഫുൾ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഫാമിലി ബിസിനസ് നമ്മൾ ആൾറെഡി ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, മേ ബി ഫാമിലി എന്നൊക്കെ എപ്പോഴും ചോദിക്കുക, ഇനി എന്തിനാണ് എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നത്, ഇല്ല കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോയാൽ പോരെ എന്നായിരിക്കും പൊതുവേ എല്ലാവരും ചോദിക്കുക. പക്ഷേ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറ്, നമ്മൾ അവിടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് അതിനൊക്കെ മാനേജ് ചെയ്യിക്കുക. വി വാണ്ട് ടു ഇൻവോൾവ്. നമ്മൾ ആ ബിസിനസ്സിനെ ഒരിക്കലും ഇട്ടുകൊണ്ട് പോരണം, അല്ലാതെ അത് ചെയ്യാതിരിക്കരുതെന്നല്ല. നമ്മൾ അതിനൊക്കെ നമ്മൾ ബ്രിക്സ് അടുക്കി വെക്കുന്ന പോലെ അത് അടുക്കി വെക്കണം. അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സെൽഫായിട്ട് ഇന്നോവേറ്റ് ചെയ്യാനോ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാലെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. മറ്റേത് നമ്മൾ എന്നൊരു സേഫ് സോണിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേ ബി നമ്മളല്ലെങ്കിൽ നമ്മൾ അടുത്ത ജനറേഷൻ വരുമ്പോൾ ദേ വിൽ മിസ് സംതിങ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വേരിയസ് ആയിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. വെരി ഗുഡ്, താങ്ക് യു. ആൻഡ് ഉമർ, ഇനിയിപ്പം ഈ ഒരു പുതിയ ജനറേഷൻ അടുത്ത് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ലൈക്ക് ഈ യങ് എനർജി മീറ്റ്സ് ബിസിനസ് വിസ്ഡം എന്നുള്ള ടോപ്പിക്കിൽ വാട്ട് യു ഹാവ് ടു സേ ടു ദ യങ് ജനറേഷൻ ഇൻ ടൗൺ? യങ് ജനറേഷനോട് എന്നുള്ളതല്ല, ജനറലി ബിസിനസ് കമ്മ്യൂണിറ്റി എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു ഇതെന്താ വെച്ചാൽ സിംപ്ലി പണ്ട് കാലത്ത് ആൾക്കാർ ഹോർഡിങ്സിൽ ക്യാമ്പയിൻ ചെയ്തിരുന്ന ഒരു കാലമുണ്ട്, പേപ്പറിൽ പരസ്യം ചെയ്തിരുന്ന കാലമുണ്ട്. പക്ഷെ എന്നാൽ അതിനേക്കാളും ചീപ്പായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ ആണ് സോഷ്യൽ മീഡിയ വഴി ചെയ്യുമ്പോൾ. അപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ നന്മകൾ ഉപയോഗിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സുലൈമാൻക്ക് പറഞ്ഞ പോലെ നാണം വിചാരിച്ചിരുന്ന അവിടെ ഇരിക്കാം, അതല്ല നമ്മൾ ഇറങ്ങി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇതിൽ ദ വേ വി പ്രസൻറ്റ്, നമ്മുടെ കോൺഫിഡൻസ്, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റഡ് ആകും. നിരന്തരമായിട്ട് ഒരു ഏരിയയിൽ നമ്മൾ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ ആ മേഖലയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും. അപ്പോൾ ആൾക്കാരുടെ മെമ്മറിയിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒരു പ്രോപ്പർട്ടി വാങ്ങണം, ഓക്കെ എന്നാൽ സുലൈമാൻ ഖാണ്ട് ചോദിക്കാമെന്ന് കരുതുന്ന ആ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ AI എന്ന് പറയുന്ന സമയത്ത് ആർക്കെങ്കിലും ഉമർ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കണ്ടൻറ് ക്രിയേഷൻ ജേണിയുടെ ബൈ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് എനിത്തിങ് ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓവർ എ ടൈം പീരീഡ് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പല രീതിയിൽ സോഷ്യൽ മീഡിയ ലെവറേജ് ചെയ്യാം. സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു വലിയൊരു ശതമാനം ആൾക്കാർ അതിൻ്റെ ജസ്റ്റ് കൺസ്യൂമേഴ്സാണ്. പക്ഷെ അതിന്ന് മാറിയിട്ട് ഒരു ക്രിയേറ്റർ എന്നുള്ളതും അതിൽ തന്നെ ഒരു അജണ്ടയുള്ള ക്രിയേറ്റർ, അജണ്ട എന്ന് പറയേണ്ടത് നെഗറ്റീവ് സെൻസിലല്ല, പകരം ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എനിത്തിങ് ഇപ്പോൾ ഒരാൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു യങ്സ്റ്റർക്ക് അയാളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലുത്, അയാൾക്ക് പണം ഉണ്ടാക്കാനൊക്കെ ചിലപ്പോൾ ഒരുപാട് നമ്മൾ വിചാരിച്ച ടൈം ലൈനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ ക്രെഡിബിൾ ആവാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, മറ്റുള്ളവരുടെ മുൻപിൽ ഇയാൾ വിശ്വസ്തനാണെന്നുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനും നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ ടൂ മച്ച് ഷോ ഓഫ് ഉള്ള ഒരു വേൾഡിൽ നമുക്ക് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു പോയിൻ്റ് ഓഫ് ക്ലാരിറ്റി ആവാം ആൾക്കാർക്ക്. ഇപ്പോൾ ഞാൻ കൂടുതലും ശ്രമിക്കാറുള്ളൊരു ഏരിയ ഒരു ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സ്പേസ് ആവാം. പിന്നെ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇനി ഇതൊക്കെയാണ് വരാറുള്ളത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ കാണുന്നതിൻ്റെ എത്രയോ മുൻപ് 6 വർഷം മുൻപ് അൻവർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് നമ്മൾ 4ാം വ്യവസായ വിപ്ലവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊരു പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അന്ന് നമ്മൾ പറയുന്നുണ്ട് AI വരും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. അപ്പോൾ ആൾക്കാർ ഒരു തമാശ മൂഡിൽ ഇത് നമ്മളെ നാട്ടിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞ് വരും എന്നുള്ള ഒരു അസംഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഇയാൾക്ക് പിരാന്ത എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ കേട്ടിട്ടുള്ള സെഷനിൽ AI എന്ന് പറയാതെ എണീറ്റ് പോയവരാരും ഇല്ല. അതൊരു കാര്യമാണ്, പാർട്ട് ഓഫ് ലൈഫാണ്. അപ്പോൾ അത്
ഇൻ്റലിജൻസ് വെച്ചിട്ട് ഓഗ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയകൾ നമ്മുടെ എല്ലാവരും ലൈഫിലുണ്ടെന്ന് മനസ്സിലാക്കി, ബിസിനസ്സിലുണ്ടെന്ന് മനസ്സിലാക്കി. സുലൈമാൻക്ക് AI പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് കാരണം എന്താ വെച്ചാൽ അതില്ലാണ്ട് നമ്മളെ എഡ്ജ് മിസ്സാവും. ഇപ്പോൾ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും വർഷങ്ങളായിട്ട് നമ്മൾ അതിൽ നിലനിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓപ്പറേഷൻസിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ ബിസിനസ്സിനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ആരും ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു റീസെൻ്റ്ലി ഇത് നാട്ടിൽ നിന്ന് കാണുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒരു മെസ്സേജ് പറയാം. ഞാൻ ഒരു കോട്ട് വായിച്ചതാണ്, വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ കോട്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഒരു നാട്ടിൽ തന്നെ കുറേ കാലം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ആ നാടാണ് ലോകത്തിൻ്റെ സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് അപ്പോൾ അത് നമ്മൾ മലപ്പുറം ടൗണിലിരുന്ന് ഇങ്ങനെ ലൈക്ക് ആ നാട് മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക മലപ്പുറത്തു നിന്നാണ് ലോകം തുടങ്ങേണ്ടത് അവസാനിക്കേണ്ടതൊക്കെ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ അതല്ല, ദുബായിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഒരു വലിയ ലോകം പുറത്തുണ്ട്. ഇനി അപ്പുറത്ത് ചൈനയിൽ പോയ ആൾക്കാർക്ക് അതിലും വലിയ ലോകം ഉണ്ടാവും. നേരത്തെ US എന്നുള്ള പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ലോകത്തെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ സ്റ്റോറിയും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ ചില വിഷയത്തിലൊക്കെ എനിക്ക് പറയാനുള്ളത് ടൂ മച്ച് ഹാർഡ് കോറായിട്ട് വിശ്വസിക്കാതിരിക്കുക, എപ്പോഴും മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവിനും സ്പേസ് ഉണ്ടെന്ന് വിശ്വസിക്കുക, സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം വിഴുങ്ങാതിരിക്കുക, പിന്നെ കമൻറ്റ് യുദ്ധങ്ങളിൽ പോയിട്ട് ജീവിതം കളയാതിരിക്കുക. ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സാണ്. പിന്നെ എന്തും വെരിഫൈ ചെയ്യാൻ ഇന്ന് ഗൂഗിളും AI ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തും കണ്ടു കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു റീസെൻ്റ്ലി നമ്മുടെ റീജിയണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുന്ന ടൈമാണ്. ഒരുപാട് AI ജനറേറ്റഡ് കണ്ടൻറ്റുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും എന്താ പറയുക, ഒന്നുകിൽ നിങ്ങൾക്കിതൊക്കെ നോക്കാതിരിക്കുക, ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. അതല്ല, നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു വെരിഫൈ വാട്ട് എവർ യു സീ. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി സോഷ്യൽ മീഡിയ വഴി ഈ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരോട് പറയാൻ. താങ്ക് യു ഷഫീഖ്, അതിലൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത്, എന്തെങ്കിലും പരിപാടി നമ്മളെ മനസ്സിലെ ഡിഫറെൻ്റ് എബിലിറ്റി ആണല്ലോ ഓരോരുത്തർക്കും. ഈ മുടക്കികളെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്തിനൊരു മുടക്കികളുണ്ടാവും, എവിടേക്കും എത്താൻ കഴിയില്ല കേട്ടോ. ഓലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെഗറ്റീവ് എനർജി അല്ലേ, നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മൾ ഞാൻ വേണ്ടല്ലേ അറിയും. എന്തെങ്കിലും ഒരു സംഗതിക്ക് നല്ല അപ്പോൾ ആശയങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് എബിലിറ്റി അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. അപ്പോൾ അതിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ മറ്റേ ആൾക്കാരും വരും. അവരൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പോകണമാതിരി നിങ്ങൾ പോവുക. ലോൺ എടുത്തിട്ട് വലിയ പ്രയാസപ്പെടുന്ന കുറേ യങ്സ്റ്റേഴ്സുണ്ട്. അവരോട് പറയാനുള്ളത് ആലോചിച്ചും കണ്ടും കുറച്ചൊരു കാഴ്ചപ്പാട് കാണുക. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു സംഗതി മനസ്സിൽ വിചാരിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അവരെ നമ്മളൊന്ന് പിന്തള്ളുക. പെട്ടെന്ന് അത് വേണ്ട കേട്ടോ, അത് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാവും. റിസ്ക് എടുത്താലേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. ഒന്നുകൂടി പറഞ്ഞുതരാം, നല്ല റിസ്ക്, ആ നല്ല റിസ്ക് എടുക്കണം. പിന്നെ ലോങ് കാഴ്ചപ്പാട്, വലിയ കാഴ്ചപ്പാട്, മനസ്സിനൊന്ന് വിശാലാക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു. ഒരുപാട് നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള മെസ്സേജാണ് തന്നത്. ഒരുപാട് നന്ദി. സുലൈമാൻക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്നാളെ ഞങ്ങളൊരു ബാങ്ക് മാനേജറോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മളവിടെ വരുന്ന ഇപ്പോഴത്തെ യൂത്ത് ഇനിയൊന്ന് തീർച്ചയായിട്ടും എന്തായാലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഈ ബജാജ് ഫിനാൻസ് ഇങ്ങനത്തെ കുറേ കമ്പനികളുണ്ടല്ലോ. അപ്പോൾ ഒരു യങ്സ്റ്റർ വളർന്നു വരുമ്പോൾ തന്നെ ഇവരൊക്കെ ഇപ്പോൾ കടക്കാരനായിട്ടാണ് വളർന്നു വരുന്നത്. അതായത് ഇവർക്ക് ഒരു കൊളാട്രലോ ഒന്നുമില്ലാതെ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ്സും ലോൺസും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മളെ സമൂഹത്തിന് എന്താണ്, ഇവർ ഒരു പ്രായത്തിൽ ജോബിന് കയറുമ്പോഴത്തേക്കുന്നതിന് ഇവർ വലിയ കടക്കാരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ മാറുന്നത്. അപ്പോൾ ഇവർക്ക് ഫ്യൂച്ചറിൽ പിന്നെ ഒരു എക്സ്പാൻഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനോ വല്ല ലോൺ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താവും, ഇവരെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് പോയിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ ശരിക്കും നമ്മളെ സമൂഹത്തിന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്താവും, ഇവർ വളർന്നു വരുമ്പോൾ തന്നെ കടക്കാരായി വരും. ഇവരെ ജീവിതവും പിന്നെ ഈ കടം തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഓടേണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ അവർക്ക് എന്ത് ചെയ്യില്ല, വേറൊരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ, വേറൊരു എൻ്റർപ്രണർഷിപ്പ് ജേർണിനെ കുറിച്ച് തിങ്ക് ചെയ്യാനൊന്നും സമയം കിട്ടില്ല എന്നർത്ഥം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാ ഇൻസൈറ്റ്ഫുൾ തോട്ട്സ് കിട്ടി. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു ഫോർ ഷെയറിംഗ്.